ഇടുക്കി ജില്ലയുടെ ലോ റേഞ്ച് പ്രദേശങ്ങളിലേക്കും വന്യമൃഗ ഭീഷണി വ്യാപിക്കുന്നു. തൊടുപുഴ കരിങ്കുന്നം പഞ്ചായത്തിലെ കാട്ടോലി, അമ്പലപ്പടി, പഴയമറ്റം, ഇല്ലിച്ചാരി പ്രദേശങ്ങളിലെ നിരവധി പേരുടെ വളർത്തുമൃഗങ്ങളെയാണ് പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. അടുത്തെങ്ങും വനപ്രദേശം ഇല്ലാതിരുന്നിട്ടും പുലി ഈ നാട്ടിലേക്ക് എവിടെ നിന്നു വന്നു എന്ന് അമ്പരന്നിരിക്കുകയാണ് നാട്ടുകാർ. മാർച്ച് മാസം പകുതിയോടുകൂടിയാണ് ഈ പ്രദേശത്തെ നിരവധി പേരുടെ ആടുകളെയും പട്ടികളെയും മറ്റു വളർത്തുമൃഗങ്ങളെയും കാണാതാവുന്നത് പതിവായി തീർന്നത്. ചിറ്റാനപ്പാറ സാബുവാണ് ഇത് പുലിയാണ് എന്ന് ആദ്യം തിരിച്ചറിയുന്നത്. അദ്ദേഹത്തിന് 2 ആടുകളെയും 2 പട്ടികളെയുമാണ് നഷ്ടമായത്. 2 ആടിനെയും 2 പട്ടീനെയും കൊണ്ടുപോയി. 2 പട്ടീനെയും കൊണ്ടുപോയപ്പോൾ സാബ് കണ്ടിട്ട് പറഞ്ഞു ഇത് പുലിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അതുവരെ നമുക്ക് യാതൊരു ഊഹവും ഇല്ലായിരുന്നു. അതിനു മുമ്പ് ഒരു ആടിനെയും ഒരു 15ഓളം പട്ടികളെ ഇങ്ങനെ പിടിച്ചോണ്ട് പോയായിരുന്നു. പക്ഷെ എന്താ ജീവി എന്ന് അറിയത്തില്ലായിരുന്നു. 2ാമത്തെ ആടിനെയും ആക്രമിച്ചപ്പോൾ വെറ്റിനറി ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചു. പുലി വർഗത്തിൽപ്പെട്ട ജീവിയാണ് ആക്രമിച്ചിരിക്കുന്നത് എന്ന് ഡോക്ടറും സ്ഥിരീകരിച്ചു. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തും അമ്പലപ്പടി ഭാഗത്തും വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചത്. ഈ ക്യാമറയിൽ പുലിയുടെ വിവിധ ദിവസങ്ങളിലെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് മെമ്പറുടെയും പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വനം വകുപ്പിൻ്റെ സഹായത്തോടുകൂടി പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിച്ച് കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. റബ്ബർ ടാപ്പിംഗ് നടത്തി ഉപജീവനം നടത്തുന്ന കർഷകരാണ് ഈ പ്രദേശങ്ങളിലുള്ളത്. നേരം പുലരും മുമ്പ് തന്നെ ടാപ്പിങ്ങിനിറങ്ങുന്ന കർഷകരെ സംബന്ധിച്ച് വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് പുലിയുടെ സാന്നിധ്യം. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസിൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്, ഇടുക്കി.